ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വൈകുന്നേര വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അമ്പാടിയും ദേവൂട്ടിയും വീട്ടിലെത്തിയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ്. എന്താ ഇത്ര വൈകി അമ്പാടി? അതെന്താ ഇനി അത് വെളുക്കണമെങ്കിൽ നല്ല നോക്കട്ടെ, അത് ഇനി കഴുകാലൊന്നും പോവില്ല. നീ അത് ഇത്ര ലേറ്റായേ? ബസ് കിട്ടിയില്ല ഇപ്പൊ, അതുകൊണ്ട് മഴ തടക്കം ഇരുന്നിട്ടുണ്ടാവും അല്ലേ? നീ ഇറങ്ങിവാടെ അച്ചോട്ടം വന്നിനെ കൊടയാടെ നിർത്തോക്ക്. അമ്പാടി ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ലേറ്റായിപ്പോയി ഇന്ന്. ഇനിയിപ്പോൾ നേരത്തെ രാത്രിയാവും. ചായക്ക് ഇന്ന് കടിയാക്കിയിട്ടുണ്ട്. വേഗം കുളിക്കുക, വേഗം അങ്ങോട്ട് പോകാണ്ട് കുളിക്കുക. ദേവു, ഇതാ ദേവുവിൻ്റെ പരിപാടി. ഇതാണ് പരിപാടി. വന്നു കഴിഞ്ഞവിടെ ആദ്യം എന്നാ ഉള്ളതെന്ന് പരതിയതിന് ശേഷം മാത്രമേ അവർ വേഷം മാറ്റുള്ളൂ. അത് ഞാൻ ബാഗ് കഴിച്ചു വെക്ക്. എടാ ദേവൂട്ടി വന്നവാടെ പറഞ്ഞ് പിന്നെ നീ ആടുന്ന് മുട്ടായി വാങ്ങി തിന്നുന്നുണ്ടേനു, എൻ്റെ ഏട്ടൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല എന്ന്. ഇന്നോടാരാ ബബിൾഗം വാങ്ങാൻ പറഞ്ഞേ? അത് തിന്നറന്ന് പറഞ്ഞിട്ടില്ലേ? ആ ചക്ക വെക്കുന്നുണ്ട്. ഇവന്റെ വിശേഷം പറഞ്ഞ് തീരണ്ട, പറ. എന്റെ വണ്ടി പിന്നെയും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും മേലോട്ട് ഇരിച്ച് ഇങ്ങോട്ട് വലിച്ചു. നല്ല ചക്ക വെക്കും, പകുത്തിയാക്കില്ല. ഇതെന്താ എല്ലാ ദിവസവും പകുത്തിയാക്കി? നീ എന്താ ദേവു പറയുന്നേ? അവിടെ നീ ബബിൾഗം വാങ്ങിയേ പെണ്ണു കൊടുക്കറാ. എന്നോട് ബബിൾഗം വാങ്ങി തിന്നറന്ന് പറഞ്ഞിട്ടില്ല അമ്പാടെ? എനിക്കിനി പൈസ ഒന്നും തരുന്നില്ല കേട്ടാ. അത് ബബിൾഗം അല്ലേ? സെന്റർ ഫ്രഷ് ബബിൾഗോ? നീ ഒന്ന് ഡ്രസ്സ് മാറിയാട്ടെ പോയിട്ട്. ആ ബാഗ് തേച്ച് നനഞ്ഞില്ലേ? പോയിട്ട് മേലെ എടുക്ക്, പോയിട്ട് കുളിക്കേ. അവർക്ക് സ്കെച്ച് വേണം പോലും. എന്നിട്ട് ഇപ്പൊ പാപ്പനെ വിളിച്ചു പറഞ്ഞതാ. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു പുതിയ അച്ഛൻ വാങ്ങി തന്നതാണ്. അങ്ങനെയൊന്നും അത് സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടാ. സ്കൂളിൽ വർക്ക് ചെയ്യാൻ മാത്രം എടുത്തോളൂ, അല്ലാണ്ട് നിനക്ക് ക്രയോൺ ഉപയോഗിക്കാത്തത് വരെയുണ്ട് കേട്ടാ ദേവു. ഇതൊന്നും നീ എടുക്കലേ ഇല്ല. ഫ്രീ ആയിട്ട് ഇത് രണ്ടും കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ സ്കെച്ച് തന്നെ വേണം പോലും നോക്ക്. എന്നിട്ട് ഇതാ പുതിയത് വാങ്ങിയത്. സ്കെച്ചാ പോലും വേണ്ടത്, ക്രയോൺ അല്ല പോലും. അങ്ങനെ മാഷ് പറഞ്ഞ എന്നോട് സ്കെച്ച് വേണമെന്ന് പറഞ്ഞേ. ക്രയോൺ പോരാ, നിർബന്ധ. എല്ലാം മോനെ നിന്നോടല്ലേ പറയുന്ന. ബാഗ് കഴിച്ച് എടാ അമ്പാടിയെ ബാഗ് കഴിച്ചിട്ടിട്ട് പോയിട്ട് മേല് കഴുകിയിട്ട് വാ. വേഗം ചായ എടുത്തരാം. അപ്പൊ കണ്ടില്ലേ, ഇതാന്ന് ഇവിടുത്തെ സ്ഥിരം പരിപാടി. സ്കൂള് വിട്ട് വന്നതിന് ശേഷമുള്ള രണ്ടാളെ ആ ഒരു ഗുസ്തിയാണ് ഇപ്പം കണ്ടത്. ഇതൊന്നും അല്ല, ഇന്നും കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചക്ക കിട്ടിയതിനും ചക്ക മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരമാണ് അമ്പാടി കയറി വന്നത്. അപ്പോൾ വിശേഷം പറിച്ചലും ഓൻ്റെ കഥ പറിച്ചലെല്ലാം കഴിഞ്ഞ് അപ്പോൾ ചക്ക വെക്കാൻ നോക്കുന്നതാണ്. തേങ്ങയും മഞ്ഞളും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് കുക്കറിൽ തന്നെ അന്നേരം തന്നെ വെച്ച്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എഴുതാനിരിക്കുന്ന ദൈവകുട്ടി എഴുതിയാൻ നോക്കി. എനിക്ക് ആ മേശമേൽ ഇരുന്നൂടെ കുട്ടി? അമ്പാടി ഇതാ കുളിയും കഴിഞ്ഞിട്ട് ചക്കയാകാൻ നേരമില്ല. അവന് നല്ല വിശപ്പ് എന്ന് പറഞ്ഞപ്പോൾ പുട്ടുണ്ടേന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴേ കണ്ട ചക്കയായി. അപ്പോൾ ദേവുവിനെ തീറ്റിക്കേണ്ട പണിയാണ് അത്. കുറച്ച് എരിവുള്ളതുകൊണ്ട് വേണ്ടെന്ന് വന്നത്. ഞാൻ ഇട്ടത് കുറച്ച് കുരുമുളക് ഇട്ടത് കുറച്ചധികമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് തിന്നാൻ മടിയായിട്ട് എങ്ങനെയല്ലോ വാരി തീറ്റിക്കലാന്ന്. ആ ചക്കയിൽ കുരുമുളകും പച്ചമുളകും കൂടെ ഒതുക്കിയിട്ടിനെ. അത് നേരത്തെ പറയാൻ മറന്നു.
പഠിക്കാൻ വന്നാ? പുസ്തകമാണ് തുറന്നിരിക്കുന്ന പഠിക്കുന്നത്. കേട്ടാ അമ്മ കുറച്ച് സമയം ഞാൻ കൊണ്ടാക്കട്ടെ അത് തന്നെ ഞാൻ പഠിക്കും. എനിക്ക് ഹോംവർക്ക് ഇല്ലേ എന്റെ പിന്നെ അത് നീ ആക്കുന്നേ ഇതൊന്ന് ആക്കുന്നെന്നാ 10 മിനിറ്റ് തരാം 10 മിനിറ്റ് കൂടെ പോയിട്ട് എഴുതിക്കോളൂ കേട്ടാ ഇല്ല അടീന്റെ പെരുന്നാളായിരിക്കും അമ്മ വീടൊക്കെ ഇനി ഒന്ന് ആക്കണ്ടേ ഈർക്കിലിയും കൊണ്ട് വീടാ ഇതാ ഇത്ര വലിയ ആക്കണ്ടേ അണ്ണാച്ചി ഞാനല്ല അടി 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 ഈർക്കിലിയും കൊണ്ട് അമ്പാടി നിന്റെ എഴുത്ത് വെച്ചും കഴിഞ്ഞാ ഇന്ന് പോയി വായിക്ക് അമ്പാടി ഇത് 5 ആവോ S ആവോ നിന്റെ കഴിഞ്ഞ എഴുത്ത ഹോംവർക്ക് കഴിഞ്ഞാ പിന്നെ നിങ്ങൾ നിന്ന് കളിക്കുന്ന എണീറ്റാ എണീ നീ എന്നാ ആക്കുന്നേ വേറൊന്നുമില്ല ഓ അമ്പാടി പഠിത്തം തുടങ്ങി എഴുത്ത് തുടങ്ങി വൃത്തി വരുന്നില്ല കൂടുതൽ എഴുതുമ്പോ അമ്മ ഓള് ചെയ്യുന്നു എഴുതാണ് ഇവിടെ എഴുത്തിന് വൃത്തിയില്ല 100. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അമ്പാടീൻ്റെ ദേവൂട്ടീൻ്റെ ചെറിയ ചെറിയ കുരുത്തക്കേടുകളും വിശേഷം പറച്ചിലും എല്ലാം ആയിട്ട് ഇന്നൊരു വീഡിയോ അങ്ങ് എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ